Hello, good morning. Good morning, ma'am. Good morning, ma'am. Okay, let's start. Good morning once again. നമുക്ക് തുടങ്ങാം കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഏതാ? ഓർമ്മില്ലേ? പറ. Condition ഏത് in chapter practical പഠിച്ചുകൊണ്ടിരിക്കുന്നത്? expectation. Chapter 6. Chapter 6 gradient. Chapter 6 ആണ്. Okay. Chapter ആണ്. നമ്മൾ എവിടെ വരെ എടുത്തു എന്ന് വല്ല ഓർമ്മയുണ്ടോ? Yes, ma'am. Impractical expectations. That is gradients resulting from personal management. Third point. Yes. Impractical expectations. That means which are the sources of grievance. The employees എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഗ്രീവാൻസുകൾ എംപ്ലോയീസിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെ? അതായത് ഒരു ഓർഗനൈസേഷനിൽ ഉള്ള എംപ്ലോയീസിന് വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഗ്രീവാൻസ് ദേ മേ എഫക്ട് അവരെ അഫക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഗ്രീവാൻസുകൾ അത് എവിടെ നിന്ന് ഉടലെടുക്കുന്നു, എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ്, അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോഴ്സസ് ഓഫ് ഗ്രീവൻസ് ഈസ് മെയിൻലി ഫ്രം മാനേജ്മെന്റ് പ്രാക്ടീസസ്, അതായത് മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ അത് മുഖേന. അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മാനേജ്മെന്റിന്റെ സ്റ്റൈൽ, ദാറ്റ് മീൻസ് ദേ ഹാവ് ഡിഫറെന്റ് സ്റ്റൈൽസ്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എംപ്ലോയീസ് പ്രിഫർ ചെയ്യുന്നത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. That means including the employees in decision making and every other activities. എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ചില ഫ്യൂച്ചർ പ്ലാനിങ്, ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന ചില ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോ റിഗാർഡിംഗ് ദ എംപ്ലോയ്മെന്റ്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജോബുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേഷൻസ് എന്താ പറയാ കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ പ്ലാനിങ്ങിനെ കുറിച്ച് ഫ്യൂച്ചറിലെ ചില കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ എംപ്ലോയീസിന്റെ എന്താ പറയാ പ്രതിനിധികളെ, റെപ്രസെന്റേറ്റീവ്സിനെ, യൂണിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാത്രമല്ല ഈച്ച് ആൻഡ് എവറിത്തിങ് വാട്ട് എവർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ പ്രോപ്പർ ചാനൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ആ ഒരു ടു വേ കമ്മ്യൂണിക്കേഷനിലൂടെ ആ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്റ്റൈലുണ്ട്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നു, അതെല്ലാം ഫോഴ്സ്ഫുള്ളി നമ്മൾ
ആരിലേക്ക് ചുമത്തുന്നു, ഇമ്പോസ് ചെയ്ത് കൊടുക്കണം എംപ്ലോയീസിൽ. സോ അങ്ങനെ വരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോൾ there may be a chance of grievance among the എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഇമ്പോസ് ചെയ്ത് കൊടുക്കുമ്പോ അത് ഇച്ചിരി എന്താ പറയാ നെഗ്ലക്റ്റബിൾ ആണ്. ചിലപ്പോൾ എല്ലാ എംപ്ലോയീസും അത് എന്താ പറയാ അനുകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ അനുസരിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പാർട്ടിസിപ്പേറ്റ് സ്റ്റൈലാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അതായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ മാനേജ്മെന്റിന്റെ സ്റ്റൈൽ ഓഫ് പ്രാക്ടീസസ് introducing into the business, it will lead to a type of grievance among the employees. Okay, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസ്, അതായത് ക്ലാസ് തമ്മിലുള്ള ഞങ്ങൾ എപ്പോഴും ഹൈ ലെവലിലുള്ളവരാണ്. മാനേജ്മെന്റ് ഫീൽസ് ദാറ്റ് they are at the top level and the employees those who are working in the organization is at the bottom level. അല്ലെ, ആ ഒരു ലെവലുകളിൽ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഫീൽ അവർ എപ്പോഴും നമ്മൾ സുപ്പീരിയർ ആണെന്നും മറ്റവരെപ്പോഴും താഴെയുള്ളവരാണ് എന്നുള്ള ആ ഒരു എന്താ പറയാ സോഷ്യൽ ഡിസ്റ്റൻസിങ് when they feel among the organization അകത്ത് ഇങ്ങനെ ഒരു ഫീലിംഗ് എംപ്ലോയീസിന്റെ ഇടയിൽ വന്നാലും എന്ത് പറ്റും, workers will hesitate to work properly. അല്ലെങ്കിൽ അവരെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം അവര് മടിക്കും, ഇതെന്താ ഇങ്ങനെ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്തു കണ്ടോ, ആ ഒരു ചിന്തയാണ്. ഇതെല്ലാം ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് മിക്കവാറും എപ്പോഴൊക്കെ. ചിലപ്പോ യാഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരിക്കാം. പിന്നെ കുറെ നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് മനസ്സിലാക്കി, അതായത് അവര് എന്താ പറയാ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് പെരുപ്പിച്ചെടുക്കുന്നതും ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് പറ്റും, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവൽ കുറയും. ഓക്കെ, ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്, തൊഴിൽപരമായിട്ടുള്ള നയങ്ങൾ കൊണ്ടുവരുമ്പോൾ വെദർ ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റബിൾ ബൈ ദ എംപ്ലോയീസ് ഓർ നോട്ട്, അത് ചിന്തിക്കാതെ എംപ്ലോയീസിനെ എന്താ പറയാ കുറെ പുതിയ തൊഴിൽ നയങ്ങൾ കൊണ്ടുവരുന്നു. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്, എംപ്ലോയീസിന് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോളിസീസ് ആണെന്നൊക്കെ നോക്കിയിട്ട് മാത്രം അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ചില ആവശ്യമില്ലാത്ത പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ ലീഡ് ടു ഗ്രീവൻസ്, അത് ഗ്രീവൻസിലേക്ക് വഴിതെളിക്കും. ഓക്കെ, ആവശ്യമില്ലാത്ത ചില എന്താ പറയാ നമുക്ക് പറ്റാത്ത ജോലിയൊക്കെ ഇന്നത് കൂടി നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, അതൊക്കെ ഒരു തരം എന്താ പറയാ ജോബ് അസൈൻമെന്റിൽ ഉണ്ടാകുന്ന പകപ്പിഴകളാണ്. അത് ചിലപ്പോൾ മേ നോട്ട് ബി ആക്സെപ്റ്റബിൾ ബൈ ദ എംപ്ലോയീസ്. അവർക്കത് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. ചിലര് ചിലപ്പോൾ വെറൈറ്റി ആയിട്ട് ചിന്തിക്കും, ഓക്കെ ദിസ് ഓൾസോ ഐ വിൽ ട്രൈ, ഇത് ഞാൻ ചെയ്തു നോക്കാം. അപ്പൊ അതിന് ഇച്ചിരിയെങ്കിലും ഒരു കോൺഫിഡൻസ് വേണം, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള കോൺഫിഡൻസ് എംപ്ലോയിക്ക് വേണം. പക്ഷെ അത് എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോ അങ്ങനെ ഇല്ലാത്ത ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്ത, തനിക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്ത എംപ്ലോയീസിന് എന്ത് തോന്നുന്നു, ഗ്രീവൻസ് അല്ലെ, അവർക്കൊരു ഡിസ്കണ്ടന്റ്മെന്റ്, ഞാൻ ഇതെങ്ങനെ ചെയ്യും, അതെന്നെ കൊണ്ട് പറ്റില്ലാത്ത കാര്യമല്ലേ. സോ ഈ ഒരു പോളിസി, ഈ ഒരു പേഴ്സണൽ പോളിസി, ഈ തൊഴിൽ നയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അതൊരു ഫീലിംഗ് ആയിട്ട് അവിടെ കിടക്കും, ഒരു ബ്ലാക്ക് മാർക്കായിട്ട് എംപ്ലോയീസിന്റെ മനസ്സിൽ കിടക്കും. ഓക്കെ, അങ്ങനെ 1, 2, 3 പേരൊക്കെ കൂടി ചേർന്ന് അപ്പൊ എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ് ലെവൽ കുറയും ഒബിയസ്ലി. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ്. എന്ത് കാര്യമാണെങ്കിലും കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ പ്രോപ്പർ ചാനൽ ടു ദ എംപ്ലോയീസ്, അല്ലെങ്കിൽ അതിന്റെ അപാകതകൾ കൊണ്ടും എന്തുണ്ടാകാം, ഗ്രീവൻസുകൾ ഉണ്ടാകാം. ദെൻ സൂപ്പർവൈസറി പ്രാക്ടീസസ്, സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് മസ്റ്റ് ബി ദർ to supervise the employees performance, and ആ പെർഫോമൻസ് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ കറക്ഷൻ ആക്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് അറിയിക്കണം. അവിടെ ഇന്ന സ്ഥലത്ത് അപാകതകളുണ്ട്, സോ ദേ ക്യാൻ ടേക്ക് ഡിസിഷൻസ്. പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിന് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സൂപ്പർവിഷൻ കറക്റ്റ് ആയിരിക്കണം. സൂപ്പർവിഷൻ ഫാൾട്ടി ആയി കഴിഞ്ഞാൽ, തെറ്റായ രീതിയിൽ സൂപ്പർവൈസ് ചെയ്താൽ, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ പോയി സൂപ്പർവൈസ് ചെയ്യുന്നു, സ്കിൽഡ് അല്ല, ഈ എംപ്ലോയീസ് എന്തൊക്കെ പെർഫോം ചെയ്യുന്നു. ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ അടുത്തേക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസർ ശരിയാണ്, സോ ഐ ഹാവ് ടു നോ വാട്ട് ദേ ആർ ഡൂയിങ്, വാട്ട് ഈസ് ദെയർ പെർഫോമൻസ്, അവരവിടെ എന്താ ആ ജോലി ചെയ്യുന്നത്, ആ ജോലിനെ സംബന്ധിക്കുന്ന ചെറിയ ഐഡിയ എനിക്ക് ഉണ്ടാവണം. സോ ഐ ഷുഡ് ബി ട്രെയിൻഡ്, ക്വാളിഫൈഡ്, സ്കിൽഡ് പ്രൊഫഷണൽ. അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള സ്കില്ല്, ആ ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടായിരിക്കണം അല്ലെ, ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല. So faulty ആയിട്ടുള്ള സൂപ്പർവൈസറി പ്രാക്ടീസസ് ഓൾസോ ലീഡ് ടു ഗ്രീവൻസ് among the employees. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല മാനേജ്മെന്റില്, അപ്പൊ അതൊക്കെ ഗ്രീവൻസിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതൊരു മാനേജ്മെന്റ് പ്രാക്ടീസസ് വിൽ ലീഡ് ടു ഗ്രീവൻസ്. ഗ്രീവൻസിന്റെ ഒരു സോഴ്സ് ആണ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. പിന്നെ നമ്മൾ പറഞ്ഞു പേഴ്സണൽ മാനേജ്മെന്റ്, ഓരോ വ്യക്തികളെയും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എംപ്ലോയീസിനെ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ വാട്ട് കൺസിഡറേഷൻസ് ആർ ഗിവൻ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്തൊക്കെ കൺസിഡറേഷൻ കൊടുക്കുന്നു. ചില എംപ്ലോയീസ് ഹാവ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. മാനേജ്മെന്റ് എന്ത് പുതിയ കാര്യം കൊണ്ടുവന്നാലും എന്ത് ചെയ്യും, അപ്പൊ തന്നെ അതിനൊരു നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. എല്ലാ എംപ്ലോയീസും അല്ല, സം ഓഫ് ദം.
കുറച്ചു പേരൊക്കെ ചിലപ്പോൾ അതിനൊരു നെഗറ്റീവ്, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ കണ്ടോ. അത് നമുക്കറിയാം, ഏത് കാര്യം എടുക്കുമ്പോഴും രണ്ട് പക്ഷമുണ്ട് എന്നുള്ളത് പോലെ. In an organization also, when the management implements new practices in the organization, some may be reluctant to follow such policies. എന്നാൽ എല്ലാ എംപ്ലോയീസും അല്ല, കുറച്ചു പേരൊക്കെ അത്തരം പുതിയ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് എടുക്കും. അയ്യോ, ഇത് എന്നെ സംബന്ധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടല്ല നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ വേണ്ടത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷെ നമ്മൾ മാനേജ്മെന്റിന്റെ ഒപ്പം നിന്ന് മാനേജ്മെന്റിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. സോ വി ഹാവ് ടു തിങ്ക് ഫ്രം ദ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. അത്തരം പോളിസീസ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ മേക്ക് ഡെവലപ്മെന്റ്, ഓർഗനൈസേഷന്റെ പുരോഗമനം അല്ലെങ്കിൽ വളർച്ച, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം, മാറുകയല്ല അല്ലെ. അതിനെ നെഗറ്റീവായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. പോയിന്റ് ആവശ്യമുണ്ടോ കണ്ടോ, അങ്ങനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് ഗ്രീവാൻസിലേക്ക്. അപ്പൊ കുറച്ച് പേര് അങ്ങനെ മാറിയുന്നു. അപ്പൊ അവരുടെ ഇടയിൽ എന്തുണ്ടാകും, എന്താ എപ്പോഴും ഓർഗനൈസേഷനെ കുറിച്ച് അത് ശരിയായ രീതിയല്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലെ ഒരു ഡിസ്കണ്ടന്റ്മെന്റ്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ആ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് അവിടെ കിടക്കും. അതൊരു ഗ്രീവൻസ് ആണ്. പിന്നെന്താ, ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ചില ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് മെന്റലി ഉണ്ടാകുന്ന, ചിലപ്പോൾ നമുക്കറിയാം ചില ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ അസുഖങ്ങൾ, എന്താ പറയാ, ഇപ്പൊ വല്ലപ്പോഴും വരുന്ന റയറായിട്ട് വരുന്ന വല്ല പനി, തലവേദന, ചുമയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇഷ്യൂസ് മേ ലീഡ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ടു ഡിപ്രഷൻ ആൻഡ് ഓൾസോ മെന്റൽ ടെൻഷൻ. തീർച്ചയായിട്ടും അല്ലെ. അതായത് ചില അസുഖങ്ങൾ നമുക്ക് വരുമ്പോ അത് നമ്മളെ എന്താ പറയാ എപ്പോഴും മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കും. ആ രോഗം എനിക്കത് വന്നല്ലോ അല്ലെ, എപ്പോഴും നമുക്ക് ആ ഒരു ചിന്ത, ഇനി അതിനൊക്കെ എന്തൊക്കെ രൂപ, ഒത്തിരി ഫിനാൻഷ്യൽ നമുക്ക് എന്താ പറയാ സ്റ്റെബിലിറ്റി നമ്മുടെ നഷ്ടപ്പെടും. ആ ഒരു രോഗത്തിന് വേണ്ടി ചികിത്സിക്കാനായിട്ട് ഒരുപാട് പൈസ വേണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് തന്നെ നമ്മളുടെ ചിന്ത ഇത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ രോഗിയാണ്, ആ രോഗത്തിന് ചികിത്സിക്കണം, അതിന് പൈസ കണ്ടെത്തണം, ഞാൻ ജോലി ചെയ്യണം. പക്ഷെ ഈ ഒരു ടെൻഷൻസും ഡിപ്രഷൻസുമായിട്ട് നമ്മൾ ജോലി ചെയ്താൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ പെർഫോമൻസ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ആ പെർഫോമൻസിനെ ബാധിക്കും. ഇല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിസ്സാരം ഒരു അസുഖം വന്നാൽ മതി, ഇപ്പൊ തന്നെ I'm not feeling well because ഒരു ചെറിയ കോൾഡ് അല്ലെങ്കിൽ ഒരു ചുമ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ ഈസിനെസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് അത്രയും ഈസി ആയിട്ട് ചിലപ്പോ പറ്റില്ല. കാരണം ആ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ മോശമായതുകൊണ്ട്. ഓക്കെ, അതേസമയം നമ്മൾ വെൽ ഹെൽത്തി ആണ്, ആരോഗ്യമുള്ള ഒരാളാണ് എങ്കിൽ നമ്മളുടെ മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനായിട്ട്, നമ്മുടെ പെർഫോമൻസിൽ നമ്മളത് എന്താ പറയാ കാണിക്കാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കും, മാക്സിമം ട്രൈ ചെയ്യും അല്ലെ. എന്റെ മാക്സിമം എഫിഷ്യൻസി ആണ് ഞാൻ പുറത്തേക്ക് എടുക്കേണ്ടത്. എങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് അത് പകർന്നു തരാൻ പറ്റുമോ അത്രയും എഫിഷ്യന്റ് ആയിട്ട് ഞാൻ ചെയ്യണം. എന്നാൽ അത് നിങ്ങളിലേക്ക്, ഞാൻ ഇങ്ങനെയായിരുന്നു ഓഫീസ് എനിക്ക് വയ്യ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി എടുക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളാണെങ്കിൽ ഈ ക്യാമറയും ഒക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മുഖത്തുള്ള റിഫ്ലക്ഷൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെ, വെദർ യു ആർ ഫോളോയിങ് മീ ഓർ നോട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? കണ്ടോ, ഒരു ചെറിയ അസുഖം വന്നാൽ തന്നെ അത് ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്, നമ്മുടെ ജോബ് പെർഫോമൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ്, ഡിപ്രഷൻസ്, മെന്റൽ ടെൻഷൻസ് ഒക്കെ ഓൾസോ വിൽ ലീഡ് ടു എന്തിലേക്ക്, ഗ്രീവാൻസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെന്താണ്, ഹെൽത്ത് ഇഷ്യൂസ് കഴിഞ്ഞ് പിന്നെ ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് പറഞ്ഞു നമ്മള്. There are some employees in an organization, those who have esteem over their own, അവരെ കുറിച്ച് തന്നെ സ്വന്തമായിട്ട് ഒരു മാന്യത കൽപ്പിക്കുന്ന ചില എംപ്ലോയീസ് ഉണ്ട്. That means maybe regarding their qualification, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ക്വാളിഫിക്കേഷന്റെ പേരിൽ എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയി, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിന്റെ ഇടയിൽ ഞാനാണ് കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനാണ് കുറച്ച് കൂടുതൽ എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ളത്. Those employees will be over confidence and also over ambitious. എങ്ങനെയായിരിക്കും, അവരൊരുപാട് കാര്യങ്ങൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് അവർ മനസ്സിൽ വിചാരിക്കും. അതുപോലെ തന്നെ ഓവർ അംബീഷ്യസ് ആയിട്ടാവും. നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തനാണ്, മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ അവരെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് പരിഗണന നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷേ if these expectations are not satisfied, പക്ഷെ ഈ പറയുന്ന അവരുദ്ദേശിച്ച ആ ഒരു മാന്യതയും ബഹുമാനവും ഒക്കെ അവർക്ക് ഓർഗനൈസേഷനിൽ കിട്ടിയില്ല എങ്കിൽ will obviously lead to grievance. അല്ലേ?
ആയിരിക്കില്ലേ? അപ്പൊ അവരിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഞാനാണ് ഇച്ചിരി ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അപ്പൊ എനിക്ക് അതിന്റേതായ പരിഗണന ഇവിടെ കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഭയങ്കര അംബീഷ്യസ് ആണ്. മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ കോവർക്കേഴ്സിൽ നിന്നോ എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടാനൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കും. പക്ഷെ അതിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെറുതെ ആയി പോകുന്നു. അപ്പൊ നമുക്ക് തോന്നും, എന്തിനാ ഞാൻ ഇത്ര എന്താ പറയാ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, ബിക്കോസ് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി അപ്രീസിയേഷൻ വൈൽ ഡൂയിങ് ദിസ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നോ ഐ എം നോട്ട് ഗെറ്റിംഗ് എനി അപ്രീസിയേഷൻ, എനിക്ക് ആ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, മറ്റുള്ളവർ ചെയ്യുന്ന തട്ടിമുട്ടി ചെയ്തു പോകാം എന്നുള്ള രീതിയിലേക്ക് പോകും. അത് ഗ്രീവൻസ് ആണ്. കാരണം ആ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, ആൻഡ് ദ തേർഡ് സോഴ്സ് ഓഫ് ഗ്രീവൻസ്, ഗ്രീവൻസിന്റെ മൂന്നാമത്തെ സോഴ്സ് ആണ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇവരെല്ലാം എടുത്തതാണ്. കുറച്ചധികം പേര് ജോയിൻ ചെയ്യാനായിട്ട് വൈകിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്നുകൂടി മുന്നിലേക്ക് പറഞ്ഞ് ഒന്നുകൂടി നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്ത് എടുത്തത്. ക്ലിയർ ആണോ പറഞ്ഞത്? Two sources നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, management practices, and second one grievance resulting from personal management, and the third source of grievance of the employees is working conditions. See, employees are also disturbed or distressed when their working conditions are not favorable. ഇനിയും എംപ്ലോയീസിന്റെ ഭാഗത്ത് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള കംപ്ലൈന്റുകൾ എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻസ്, അവിടെയുള്ള നമ്മുടെ ജോലി ചെയ്യുന്ന ചുറ്റുപാടും മറ്റു കാര്യങ്ങളും ഒക്കെ ജോലിക്ക് അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകൾ, ഇതെല്ലാം ഫേവറബിൾ ആകുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ കയ്യിൽ ഓക്കെയാണ്. നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ കോവർക്കേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, മാനേജ്മെന്റ് നമുക്ക് കുഴപ്പമില്ല, എനിക്ക് എന്താ പറയാ ആവശ്യത്തിന് ഇപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, അതിന് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊന്ന് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാൻ അതിനുള്ള സൗകര്യം, നല്ല ടോയ്ലറ്റ്സ്, നല്ല എന്താ പറയാ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാൻ രീതിയിൽ എല്ലാം ഇലക്ട്രിഫൈഡ് ആണ്, അങ്ങനെയുള്ള റൂംസ് എല്ലാം ഉണ്ടെങ്കിൽ വി ആർ ഓക്കെ, സാറ്റിസ്ഫൈഡ്, ഹാപ്പിയാണ് എല്ലാവരും. അതേസമയം ഈ പറയുന്ന വർക്കിംഗ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് വാട്ട് ദേ ആർ എക്സ്പെക്ടിങ്, ആ വർക്കിംഗ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫേവറബിൾ അല്ലാതാകുമ്പോൾ they may feel type of grievance, അവർക്കുണ്ടാകുന്ന ഗ്രീവൻസ് ഏതൊക്കെയാണെന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ പറയുന്നുണ്ട്. റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്, റിജിഡ് ആയിട്ടുള്ള, that means which is not flexible. അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോ ഒരു ചില ഓർഗനൈസേഷൻസ് ഫിക്സ് സം സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഒരു ഇത്ര പ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് എ ഓർഗനൈസേഷൻ ഫോർ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഓർ മേ ബി പ്രൊഡക്ഷൻ ഓഫ് സർവീസസ്, ചില ഓർഗനൈസേഷൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കാം, സേവനങ്ങൾ, അതായത് ഇതൊരു എന്താ പറയാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, എഡ്യൂക്കേഷണൽ സർവീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, അങ്ങനെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണിത്. മറ്റേതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസ് ഇപ്പൊ നമ്മൾക്കറിയാം സ്വന്തമായിട്ട് ഫുഡ് വെയേഴ്സ്, ഷൂസ്, അതുപോലെ തന്നെ എന്താ പറയാ ബാഗ്സ് ഒക്കെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ബിസിനസ് നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ പ്രൊഡക്ഷൻ ബേസ് ചെയ്യുന്നത് അവിടെ ഗുഡ്സിന്റെ രൂപത്തിലാണ്. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് സർവീസസ് ആണ് നടക്കുന്നത് ആണല്ലോ. അങ്ങനെ പ്രൊഡക്ഷൻ ഓഫ് സർവീസസും ഗുഡ്സും നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. And in such organizations, the organization may fix some standard of production. ഇവര് എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം. ഇപ്പൊ നമ്മൾ എംപ്ലോയീസിൽ നിന്ന് ഒരു 100% പ്രൊഡക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കുക. അത് ആ 100%ലേക്ക് എത്തിയാൽ മാത്രമേ മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയർ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. അതുപോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്. അപ്പൊ അത്രയും എത്താൻ പറ്റാത്ത, ഇപ്പൊ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഏത് എംപ്ലോയീസ് ആണെങ്കിലും when they are entering the organization, ആദ്യമായിട്ട് എൻ്റർ ചെയ്ത് ജോലിക്ക് കയറിയിട്ടുള്ളൂ, സോ they cannot reach that particular standard. വരുന്ന അതേ സമയം തന്നെ നമുക്ക് ആ ഒരു മാസം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് വളരാൻ പറ്റിയെന്ന് വരില്ല. റൈറ്റ്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? ആണോ? നമ്മളൊരു ഓർഗനൈസേഷന് ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ കയറുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മൾ എന്ത് രീതിയിൽ എന്താ പറയാ പെർഫോം ചെയ്യണം എന്നുള്ളത് 100% എന്ന് പറഞ്ഞ് ഓർഗനൈസേഷൻ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ 100% റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദേ വിൽ ഗോ ഫോർ എ എന്താ പറയാ ഒരു ക്ലാസ്, ഒരു ട്രയൽ പോലെ ഒരു ക്ലാസ് ഒക്കെ നമ്മളെ കൊണ്ട് എടുപ്പിക്കാം. ടീച്ചർ വരുമ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇത്രയും സ്റ്റാൻഡേർഡ് ആണ് ആ ഒരു ടീച്ചറിൽ പ്രതീക്ഷിക്കുന്നത്.
അപ്പൊ ടീച്ചർ എന്താണ് ആദ്യത്തെ ദിവസം 1, 2, 3 ദിവസമൊക്കെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചർക്ക് ഒരു 3 ദിവസത്തെ എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ട്രയൽ ക്ലാസ്സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് വി വിൽ സീ മോണിറ്റർ വാട്ട് ദേ ആർ ഡൂയിങ്. ആ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് സൂപ്പർവൈസ് ചെയ്യും, മോണിറ്റർ ചെയ്യും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 3 ദിവസം കൊണ്ട് ടീച്ചർ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല. ഒബ്വിയസ്ലി ദേ വിൽ നോട്ട് റീച്ച് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. കാരണം എന്താ, അവര് വരുന്നുള്ളൂ, ഫ്രഷേഴ്സ് ആണ്, ആദ്യമായിട്ട് വരുന്നു. അപ്പൊ ചിലപ്പോൾ അതിൻ്റെതായ ഭയം, പോരാത്തതിന് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആണ് അല്ലെ, ഹൗ ടു ഡീൽ വിത്ത് ഇതെങ്ങനെ ഈ ഡിവൈസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും, എങ്ങനെ നമ്മളത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുട്ടികൾ ഇങ്ങോട്ടൊന്നും പറയുന്നില്ല. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സിൽ പോയി കുറച്ചു നേരം കുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യം കിട്ടും അല്ലെ കുട്ടിയോട്. അതാണ് ഇപ്പൊ പണ്ട് മുതൽ തന്നെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വരുമ്പോൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ദേ വിൽ ഡു, ഫസ്റ്റ് ഓഫ് ഓൾ അവര് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ പേര് ഇന്നതാണ് കേട്ടോ, എന്നിട്ട് പറയും സാധാരണ പറയുന്നത് എന്താ, നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താമോ ഓരോരുത്തര് എന്ന് പറയും നമ്മൾ അല്ലെ. അപ്പൊ ദേവിൽ അവരുടെ പേരും അവരുടെ സ്ഥലവും വേണമെങ്കിൽ പറയും. അങ്ങനെയാണ്, അല്ലെങ്കിൽ പേര് മാത്രം പറയും. ഒത്തിരി പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലവും പേരും അഡ്രസ്സും വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ സെൽഫ് ഇൻട്രൊഡക്ഷനായിട്ട് സമയം ഉണ്ടാവില്ല. കുറച്ച് കുട്ടികളാണെങ്കിലും ഒക്കെ അതൊക്കെ നമുക്ക് പറയിപ്പിക്കാം. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു ധൈര്യം ടീച്ചർക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ 2 ദിവസം 3 ദിവസം ക്ലാസ് എടുത്തു. ടീച്ചർ അതിലേക്ക് ചിലപ്പോ 100% സ്റ്റാൻഡേർഡിലേക്ക് ടീച്ചറിന്റെ ആ റിസൾട്ട് ഈ 3 ദിവസം കൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, അതൊരു റിജിഡ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, അത് മാറ്റൂല. അപ്പൊ വരുന്നവർക്ക് നമുക്കൊരു 50% പ്രതീക്ഷിക്കാം. ആൻഡ് ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നതുപോലെ ഓരോ ദിവസം ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോഴേക്കും ചിലപ്പോ എന്ത് ചെയ്യും, വളരെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് അവിടെ നിന്നും റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ചില ഓർഗനൈസേഷൻസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിലുള്ള റിജിഡിറ്റി അതെന്തിലേക്ക് നയിക്കും? എംപ്ലോയീസിന് അപ്പൊ ചിലപ്പോ അവരുടെ മനസ്സിൽ ഒരു തൃപ്തിക്കുറവൊക്കെ തോന്നും. ഇത്രയും വലിയ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ നമുക്ക് അങ്ങനെ അവിടെ എത്താൻ പറ്റും. ഉള്ള എംപ്ലോയീസ് എല്ലാവരും തന്നെ തലകുത്തി മറിഞ്ഞിട്ടും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല. കാരണം അവർ ഉദ്ദേശിക്കുന്ന ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പൊ തുടക്കം തന്നെയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചില ജോബിനും പ്രത്യേകതയുണ്ട്. ചില ജോബുകൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് 100%ലേക്ക് എത്താൻ പറ്റില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിന്റെ ഈ ഫ്ലെക്സിബിലിറ്റി ആണ്, റിജിഡ്നെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന റിജിഡ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്. അത് ഗ്രീവാൻസിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, മിസ്മാച്ച് ഓഫ് സ്കിൽ ഓഫ് ദ വർക്കർ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ഈ മറ്റൊരു ഗ്രീവാൻസ് എന്താണെന്ന് അറിയാം, മിസ്മാച്ച് ആണ്. എന്ന് വെച്ചാൽ യഥാർത്ഥ പേഴ്സണെ റൈറ്റ് ജോബ് കൊടുക്കുക, അവന് പറ്റുന്ന ജോലി അവന് കൊടുക്കുക, അല്ലാതെ എന്താ പറയാ അവന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് കൊടുക്കുകയല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കുറയും, പെർഫോമൻസ് ലെവൽ താഴെയായിരിക്കും, സോ ഔട്ട്പുട്ട് റിസൾട്ട് കുറയും. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതെന്ത് ചെയ്യും, ഗ്രീവാൻസ് ആയിരിക്കും. എനിക്ക് അറിയാനില്ലാത്ത ഒരു ജോലി കൊണ്ടുവന്നിട്ട് എനിക്ക് തരികയാണ്. ഇപ്പൊ ടീച്ചിങ് ആണെങ്കിൽ ഓക്കെ, പറയുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് പഠിപ്പിക്കാം. അതേസമയം എനിക്ക് ഒരു രീതിയിലും വശമില്ലാത്തൊരു കാര്യം കൊണ്ട് ടീച്ചർ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇമ്പോസിബിൾ അല്ലെ. അതിൽ കുറെ സമയം എടുക്കും. അതൊക്കെ പഠിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ജോലി കയറാനായിട്ടായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യാം, മാച്ച് ചെയ്യുന്ന ജോലി മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ ജോബിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, ഇന്ന ജോലിയിലാണ് വേക്കൻസി, അവിടെ അതിന് പറ്റിയ ആളെ കണ്ടെത്തി നമ്മൾ കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളവരെ പിടിച്ചിട്ട് അതും കൂടി നീ ചെയ്യണം എന്ന് പറയുന്നതിലല്ല കാര്യം. സോ അങ്ങനെയുള്ള ചില പ്രാക്ടീസസും ഓൾസോ എന്തിലേക്ക് നയിക്കും, ഗ്രീവാൻസിലേക്ക് ലീഡ് ചെയ്യും. പിന്നെന്താ, ലാക്ക് ഓഫ് അഡക്വേറ്റ് ടൂൾസ്, മെഷീൻസ്, എക്യുപ്മെന്റ്സ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എ ഗിവൺ ടാസ്ക്. കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോലി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് എന്തെങ്കിലും മെഷീനോ എക്യുപ്മെന്റോ ഒന്നും ഇല്ലാതിരിക്കുക, എന്നിട്ട് നിങ്ങളോട് ജോലി ചെയ്യാൻ പറയുന്നു. അതും ബുദ്ധിമുട്ടല്ലേ. ആവശ്യത്തിന് എന്താ പറയാ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതിനാവശ്യം വേണ്ട എല്ലാ സാധനവും വേണം. ആ ഒരു ജോലിക്ക് നമ്മൾ പെർഫോം ചെയ്യാൻ whatever machines, whatever tools, whatever records are needed, it should be provided to the employees. തീർച്ചയായിട്ടും അവർക്ക് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. അതിൽ പകുതി കൊടുത്തു, പകുതി ഇല്ല, പകുതി ഞങ്ങള് കുറച്ച് ദിവസം കഴിയുമ്പോൾ തരാം, അല്ലെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒപ്പിക്കൽസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ നമുക്ക് കിട്ടില്ല. സോ എന്നിട്ട് കടന്ന് എംപ്ലോയീസിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചീത്ത പറയും, ഒബിയസ്ലി മാനേജ്മെന്റ് ചീത്ത പറയും, സമയത്തിന് തീർന്നില്ലല്ലോ. പക്ഷെ അന്നേരം വലിയ കാര്യം ആലോചിക്കുന്നില്ല. ദാറ്റ് മീൻസ് they have not been given adequate tools, machines, equipments. അവർക്ക് ആവശ്യത്തിന് ടൂൾസും എക്യുപ്മെന്റ്സും കൊടുക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അതിൽ ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് ഈ ഒരു ജോബ് കൊടുത്തിരിക്കുന്നത്.
ആ 10 പേർക്ക് കൊടുത്തിട്ട് ഒരു 5-6 പേർക്ക് ഉപയോഗിക്കാനുള്ള ടൂൾസും എക്യുപ്മെന്റ്സും കൊടുത്തു. ബാക്കി 4 പേർക്ക് ഇല്ല. ഇവിടുന്ന് ഇയാളെ കഴിഞ്ഞിട്ട് ആ ഒരു ഉപകരണം ഇങ്ങോട്ട് വാങ്ങിച്ചു, അങ്ങനെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തിയാ ചെയ്തത്. അപ്പൊ എന്ത് പറ്റും? 10 പേര് അറ്റ് എ ടൈം പെർഫോം ചെയ്യേണ്ട കാര്യം 6 പേർക്ക് മാത്രമേ ആഡക്വേറ്റ് ആയിട്ടുള്ള ടൂൾസും മെഷീൻസും ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ചൊക്കെ വാങ്ങിക്കണേ. അപ്പൊ അതിനുള്ള സമയം അവിടെ പോകും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈമില് കംപ്ലീറ്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത് ഒരാളുടെ യൂസ് കഴിഞ്ഞ് അടുത്ത ആളിലേക്കൊക്കെ കൊടുത്ത് വാങ്ങിച്ചൊക്കെ ചെയ്തേക്കണേ. അപ്പൊ ആ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ അതെന്ത് ചെയ്യും? വഴക്കുറവ് എംപ്ലോയീസിന്റെ മനസ്സിൽ എന്തുണ്ടാകും? ഡിസാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് മീൻസ് അവർ ചോദിക്കും, അവരുടെ ചിന്ത ഇതാണ്, ഞങ്ങൾക്ക് ആവശ്യത്തിന് ടൂൾസ് തന്നില്ലല്ലോ കൃത്യമായ സമയത്ത് അത് തീർക്കാനായിട്ട്. ഈ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടോ അങ്ങനെയൊക്കെ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഹലോ ഹലോ, ആരുമില്ല ഇവിടെ? ഇവിടെ ഒരു തമ്പൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അടുത്ത സൈഡിൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, യെസ്. ചേഞ്ച് ഇൻ വർക്കിംഗ് അവേഴ്സ് ഓർ ടെക്നിക്സ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ വർക്കിംഗ് അവേഴ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ജോലി ചെയ്തിരുന്നു, അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്തത് മാറ്റി അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ 9 മണിക്കൂർ ജോലി ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചേഞ്ചിങ് അവേഴ്സ് മാറ്റുക. 8 to എന്താ പറയാ 5 ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് 7 to 6 ആക്കുന്നു. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ യു വിൽ ഓൾസോ ലീഡ് ടു ഗ്രീവൻസ് ഇൻ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചേഞ്ച് ഇൻ ടെക്നിക്സ്. അതുപോലെ തന്നെ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മനസ്സിൽ വിഷമങ്ങൾ തോന്നും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നും, അസംതൃപ്തി തോന്നും. അതൊക്കെയാണ്. പിന്നെ പുവർ റാപ്പോർട്ട് വിത്ത് ദ സുപ്പീരിയേഴ്സ്. സുപ്പീരിയേഴ്സുമായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ? ഇഫ് വൈൽ പെർഫോമിംഗ് എ ജോബ് or a given task, they will be supervised by skilled professionals. അല്ലെങ്കിൽ എന്താ പറയാ, ജോലി ചെയ്യുമ്പോൾ എംപ്ലോയീസ് അവരവരുടെ ജോലി ചെയ്യുന്നത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസേഴ്സ് നോക്കും. അതിന് സ്കിൽഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് അത് സൂപ്പർവൈസ് ചെയ്യും. പക്ഷെ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദേ ഹാവ് എനി ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ്, അങ്ങനെ സൂപ്പർവിഷൻ ഒക്കെ വേണ്ടി വരുമ്പോ അവർക്ക് അവരുടേതായ എന്തെങ്കിലും പ്രോബ്ലംസോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സൂപ്പർവൈസർ. അവർ കറക്റ്റ് ആയിട്ടത് സൂപ്പർവൈസറിനെ അറിയിക്കുക. ഇന്ന മെറ്റീരിയൽസിന്റെ കുറവുണ്ട്, ഇന്ന ടൂൾസ് ഞങ്ങൾക്കില്ല, അവരെ അറിയിക്കണം. അല്ലെങ്കിൽ ആ ഒരു അറിയിക്കല് ഇല്ലാതെ വരുമ്പോ എന്ത് പറ്റും? ഈ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ നടക്കും. മനസ്സിലായോ? അപ്പൊ അത് പിന്നീട് ഉണ്ടാകുന്ന ഇഷ്യൂസിലേക്ക് ആയിരിക്കും പോകുക. കാരണം ഇത് കൃത്യമായിട്ട് സൂപ്പർവൈസേഴ്സിനെ അറിയിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുന്നത് അവിടെ അഡക്വേറ്റ് ആയിട്ടുള്ള ടൂൾസ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഇത്തിരി മോശമാണ്, അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ലെവലിലേക്ക് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ എത്താത്തതിന്റെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാം സൂപ്പർവൈസറിനെ. സോ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് തിങ്സ് ടു ദ മാനേജ്മെന്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? സൂപ്പർവൈസേഴ്സിന് കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കാം. അപ്പൊ വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചോളും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാതെ ഇരിക്കുമ്പോ അത് അവിടെ കിടന്ന് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ തന്നെ, എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ ഒരു ഗ്രീവൻസ് ആയിട്ട് അവിടെ കിടക്കും. Then bad working conditions at the workplace. ജോലി സ്ഥലത്ത് നമുക്കുണ്ടാകുന്ന മോശമായ വർക്കിംഗ് ചുറ്റുപാടുകൾ. That means lack of drinking water. ആവശ്യത്തിന് നമുക്ക് കുടിവെള്ളം, അല്ലെ? ഇപ്പൊ എല്ലാവരും വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പക്ഷെ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയും. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഓഫീസിലൊക്കെയാണ്, ജോലി സ്ഥലത്തൊക്കെയാണ്. പക്ഷെ കൊണ്ടുപോകുന്ന വെള്ളം ചിലപ്പോ ഒരു എന്താ പറയാ 1 ലിറ്ററിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ 1/2 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഈ ഒരു ദിവസം മുഴുവൻ കുടിക്കാനുള്ള 2-3 ലിറ്റർ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആവശ്യത്തിന് ചൂടുള്ള സമയത്തൊക്കെയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ആവശ്യം വരും. ആ ആവശ്യത്തിന് അത് ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് അവിടുത്തെ എംപ്ലോയീസിന് യൂസ് ചെയ്യാനുള്ള ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി അങ്ങനെയൊക്കെ വേണം. പക്ഷെ അത് ഇല്ലാതെ വരുന്നു. ഡാമേജ്ഡ് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന ചുറ്റുപാടിലൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് നശിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി എന്താ പറയാ ഇതായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അത് ഡാമേജ് ആയി കിടക്കുന്നു, അല്ലെങ്കിൽ ഫാനൊക്കെ മര്യാദയ്ക്കില്ല, അത് ഒടിഞ്ഞു പോയി കിടക്കുന്നു, അല്ലെങ്കിൽ കസേര പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങള്. ഇനാഡക്വേറ്റ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് മനുഷ്യന്മാർക്ക് വേണ്ട ഒരു കാര്യമാണ്. സാനിറ്ററി സൗകര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണം. ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, വാഷ്റൂംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. എംപ്ലോയീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിനൊക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ജെന്റ്സിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാവരും കൂടി കോമൺ ആയിട്ട് ഇതുള്ളൂ എന്നൊക്കെ പറയുന്നതിൽ
അർത്ഥമില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഓർഗനൈസേഷന്റെ ബാക്കിയെല്ലാം ഉണ്ട്, ഈ പറയുന്ന അത്യാവശ്യം നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അതെന്താകും, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അത് ശരിയായ രീതിയിൽ അഫക്ട് ചെയ്യും. അല്ലെ, നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണം, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായ കുറച്ച് നീഡ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യണം. അതിന് ചിലപ്പോ ആവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളും വേണം. അതില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പരസ്പരം മനസ്സിൽ ചിന്തിക്കുമല്ലോ, ഇത്രയും വലിയ ഓർഗനൈസേഷനാണ്, ഇതിനൊരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. സോ ഇറ്റ് വിൽ ലീഡ് ടു ഗ്രീവൻസ്. ദെൻ പുവർ ഡിസിപ്ലിനറി സിസ്റ്റം. ഇനി ഡിസിപ്ലിനറി സിസ്റ്റം, നല്ല രീതിയിലുള്ള അച്ചടക്കമില്ലായ്മ, അതും ഗ്രീവൻസിലേക്ക്. ഈ അച്ചടക്കത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു മച്ച് ആൻഡ് ടു ലെസ് എന്ന് പറഞ്ഞേക്കുന്നത്. അച്ചടക്കം അധികം ആവാൻ പാടില്ല, അധികം ഇല്ലാതിരിക്കാനും പാടില്ല. അച്ചടക്കം എന്ന് പറയുന്നത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പാലിക്കേണ്ട ഒന്നാണ്. അല്ലെ, വേറെ നമ്മൾ എവിടെയായിരുന്നാലും, അറ്റ് ഹൗസ് അല്ലെങ്കിൽ അറ്റ് അവർ സ്കൂൾ അല്ലെങ്കിൽ ഇൻ അവർ ഓഫീസ്, അവരുടെ നമ്മൾ ഏത് പ്ലേസിൽ ചെല്ലുമ്പോഴും അവിടത്തേതായ അച്ചടക്ക മര്യാദകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്നുണ്ട്, അനുവർത്തിക്കുന്നുണ്ട്. അല്ലെ, നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ വി ഹാവ് ടു ബിഹേവ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് അവിടുത്തെ അച്ചടക്കം, ഇങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ അത് രണ്ട് രീതിയിലും ചിലപ്പോ വരാം. എങ്ങനെ കൂടുതൽ അച്ചടക്കമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഗ്രീവാൻസിലേക്ക് നയിക്കും. അല്ലെ, ഭയങ്കര അച്ചടക്കം. അല്ലെ, ഇപ്പൊ ഒരു ജോലി സ്ഥലത്ത് ആരും വന്നു കയറുന്നത് മുതൽ പോകുന്നത് വരെ ഇവിടെ ചുണ്ടനക്കാൻ പോലും പാടില്ല എന്നൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഒരു നിയമം കൊണ്ടുവന്നാലോ, അവിടുത്തെ അച്ചടക്ക ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് നിയമം കൊണ്ടുവന്നു, അങ്ങനെയുള്ള എംപ്ലോയീസ് എന്തെങ്കിലും ഫൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെ, ഭയടച്ചൊന്നും വെക്കാൻ അത്രയധികം പറ്റുന്നില്ല. എന്ന് വിചാരിച്ചിട്ട് എപ്പോഴാണെങ്കിലും നിങ്ങൾ വർത്താനം പറഞ്ഞോ, അതിന് സമയമില്ല, അല്ല, അങ്ങനെ ഉണ്ടാവില്ല. അല്ലെ, അപ്പൊ അതിനൊരു അച്ചടക്കം, നമ്മൾ ഒരു കൃത്യതയോടെ ജോലികളൊക്കെ ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ആ സമയത്തിനനുസരിച്ച് വരുന്നു, പോകുന്നതും കൃത്യമായ സമയത്ത്. സോ സച്ച് ഡിസിപ്ലിൻസ് ഹാവ് ടു ബി ഫോളോഡ്. എന്നാൽ ഇത് കൃത്യമായിട്ട് പാലിക്കുന്ന രീതിയിലുള്ള ഡിസിപ്ലിൻസ് ആയിരിക്കണം. ടു മച്ച് ഓർ ലെസ് ആകാൻ പാടില്ല. രണ്ടാണെങ്കിലും അപകടമുള്ളൂ. കൂടുതലായാലും അച്ചടക്കം കൂടിപ്പോയാൽ അപകടമാണ്, കുറഞ്ഞു പോയാലും അപകടമാണ്. അല്ലെ, കുറഞ്ഞു പോയി എന്ന് വെച്ചാൽ എന്താ, അച്ചടക്കമൊന്നുമില്ല, തോന്നിയ പോലെ ചെയ്തോ എന്നുള്ള രീതിയിലാണ്. മാനേജ്മെന്റ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും, അവിടെ വലിയ കൃത്യമായ രീതിയിൽ പണിയൊന്നും നടക്കൂല, പ്രൊഡക്ഷൻ കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും, ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാകില്ല, പ്രോഫിറ്റബിലിറ്റി കുറയും. എവിടെ നിന്ന് ലാഭം ഉണ്ടാകാനാ? എംപ്ലോയീസ് ഒക്കെ തോന്നിയ പോലെയാണ്, ഒരു അച്ചടക്ക നിയമങ്ങളും ഇല്ല. അപ്പൊ എല്ലാവരും എങ്ങനെയും തോന്നിയ പോലെ അങ്ങോട്ട് വന്നും പോയൊക്കെ ഇരിക്കും. അപ്പൊ എന്താ പറ്റുക, ഈ പറഞ്ഞ റിസൾട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ അത് കൂടുതലും രണ്ട് രീതിയിലാണെങ്കിൽ ഹാർംഫുൾ ആണെന്നാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? വർക്കിംഗ് കണ്ടീഷൻസ് മനസ്സിലായില്ലേ? സോ ദീസ് ആർ ദ സോഴ്സസ് ഓഫ് ഗ്രീവൻസ്. ഗ്രീവൻസിന്റെ സോഴ്സുകളാണ് ഈ മൂന്നെണ്ണം പറഞ്ഞത്. മാനേജീരിയൽ പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഗ്രീവൻസ് റിസൾട്ടിംഗ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ആ ഒരു പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാണ്ട് അതൊക്കെ ഇപ്പൊ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വർക്കിംഗ് കണ്ടീഷൻസിൽ എന്താ പറയാ ഗ്രീവൻസിലേക്ക് നയിക്കുന്നത് ഏതൊക്കെയാണ് താഴെ പറഞ്ഞതില് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ നിങ്ങളത് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, what are the effects of grievance? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞത് സോഴ്സ് ആണെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നത് ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസ്. ഈ ഗ്രീവൻസ് എവിടെയൊക്കെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ആരെയൊക്കെ എഫക്ട് ചെയ്യും? മോസ്റ്റ് പ്രോബബ്ലി ഗ്രീവൻസ് എഫക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ, എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ്. ഈ മൂന്ന് കൂട്ടരെയും അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും നമ്മളുടെ ഗ്രീവൻസ് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ല, അവര് ഡിസ്കണ്ടന്റഡ് ആണ്, അവർക്ക് പല പ്രശ്നങ്ങൾ ഓർഗനൈസേഷനിൽ ഉണ്ട്, കംപ്ലൈന്റുകൾ ഉണ്ട്. എങ്കിൽ ഈ പറയുന്ന കംപ്ലൈന്റുകള്, പ്രശ്നങ്ങള് മൂന്ന് പേരെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരെല്ലാം പേരല്ല, അതുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങളെ ബാധിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ, ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. രണ്ടാമത്തേത് എംപ്ലോയീസിനെ ബാധിക്കുന്നു. മൂന്നാമത്തേത് മാനേജേഴ്സിനെ ബാധിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രീവൻസ് അഫക്ട് ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് ഗ്രീവൻസ്. എന്തൊക്കെയാണ് പ്രൊഡക്ഷനെ എങ്ങനെ ബാധിക്കുന്നത്? ഡിക്ലൈൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോ എംപ്ലോയീസിന്റെ ഇടയിലുള്ള കംപ്ലൈന്റുകൾ, ഇഫ് ദേ ആർ നോട്ട് ഹാൻഡ്ലിംഗ്
The management are neglecting the employees' grievance. Employees-ന് ഉണ്ടാകുന്ന പരാതികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അവരുടെ ഡിസ്കണ്ടന്റുകൾ നമ്മൾ പരിഗണിക്കുന്നില്ല, അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ മനസ്സിൽ എന്നും കൂട്ടുന്നവരെ കിടക്കും. എന്നാണോ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ കേട്ട് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്, അതുവരെ അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അല്ലെ. അത് കിടന്നാൽ മാത്രം പോരാ, അത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മാനേജ്മെന്റിന് അവരുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് ഈ ഗ്രീവൻസ് വിൽ റിഫ്ലക്ട് ഇൻ ദയർ പെർഫോമൻസ്. അത് എവിടെ ബാധിക്കും? അവരുടെ ജോലിയുടെ പെർഫോമൻസിനെ ബാധിക്കും. ഞാൻ ഇപ്പൊ ഈ ഓർഗനൈസേഷനുമായിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ കംപ്ലൈന്റുകൾ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുന്നു, അതോറിറ്റീസിനെ, ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു, നിങ്ങളൊന്ന് മാനേജ്മെന്റിൽ പറയണം, നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അറിയിക്കുന്നു. മാനേജ്മെന്റ് ആ പറഞ്ഞ കാര്യങ്ങൾ അവരിലൂടെ ആരിലെയാണ് ഞാൻ അറിയിച്ചത്, അവരെ കൃത്യമായി മാനേജ്മെന്റിനെ അറിയിക്കുമ്പോൾ ആ മാനേജ്മെന്റ് അതിന് നെസസറി സ്റ്റെപ്സ് ഹാവ് ടു ബി ടേക്കൺ. അത് സോൾവ് ചെയ്യാൻ നമുക്ക് എങ്ങനെയാ ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ആൻഡ് ഹാവ് ടു ഇംപ്ലിമെന്റ്. അതെന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അതിങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വന്ന് അത് സോൾവ് ചെയ്യണം. അതില്ല എങ്കിൽ എന്ത് പറ്റും? എന്റെ മനസ്സിലും എന്റെ കൂടെയുള്ള ജോലിക്കാരുടെ മനസ്സിലും എന്തുണ്ട്? നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ അറിയിച്ചു, ആൻഡ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് ടേക്കിംഗ് എനി നെസസറി സ്റ്റെപ്സ്. അതിന് വേണ്ടിയിട്ട് നടപടികളൊന്നും നമ്മുടെ മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല എന്ന ചിന്ത നമുക്ക് അത്രയും നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ കാര്യങ്ങളല്ല, അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന ചില കാര്യങ്ങളാണെങ്കിൽ അത് അംഗീകരിച്ചത് ചെയ്ത് നൽകണം അല്ലെ, തീർച്ചയായിട്ടും. അതല്ലെങ്കിലും മനസ്സിൽ എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, എന്നാലും നമ്മൾ പറഞ്ഞ കാര്യത്തിന് സൊല്യൂഷൻ ഇല്ലല്ലോ എന്ന്. ഓക്കെ, അപ്പൊ അവിടെ കിടന്ന് അതിന്റെ വർക്കിൽ പെർഫോമൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ എന്തിനാ ഇത്ര കിടന്ന് നമ്മളൊരു ആവശ്യം ഉന്നയിച്ചിട്ട് നമ്മളുടേതായ ഒരു കംപ്ലൈന്റ്, എന്റെ മാത്രമല്ല പേഴ്സണലി അല്ല മറ്റു എല്ലാ ടീച്ചേഴ്സിന്റെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളത് അറിയിച്ചിട്ട് സ്റ്റെപ്സ് അതിന് വേണ്ടിയിട്ടുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ലല്ലോ, അംഗീകരിച്ചില്ലല്ലോ എന്ന ചിന്ത ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും പെർഫോമൻസിൽ ബാധിക്കും, ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. അതാണ് ഈ പറഞ്ഞേക്കണേ, ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറയും എന്ന് വെച്ചാൽ എന്തൊക്കെയോ ടീച്ചർമാരും ഒന്ന് പറഞ്ഞിട്ട് പോകും, അവര് വലിയ തൃപ്തിയായിട്ടൊന്നും അല്ലാതെ ചെയ്യണേ എന്ന ചിന്ത കുട്ടികളിലുണ്ട്. എന്ന് വെച്ചാൽ അപ്പൊ കുട്ടികൾ പരസ്പരം പറയുമ്പോൾ എന്ത് പറ്റും? അടുത്ത കുട്ടികളെ നമ്മളിപ്പോ പുതിയ ബാച്ചിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പരസ്യമൊക്കെ കൊടുക്കുമ്പോ ഒരു ഏറ്റവും വലിയൊരു അഡ്വർടൈസ്മെന്റ് ആണ് മൗത്ത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വല്ല കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ നിങ്ങൾ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ആഡ് കണ്ടിട്ട് നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് അവിടെ നല്ല ക്ലാസ് ആണ് കേട്ടോ, ടീച്ചറൊക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരും, ലോ ബഡ്ജറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ ക്ലാസ്സുകൾ നന്നായിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുമ്പോൾ, അത് ഇച്ചിരി പൈസ കൊടുത്തിട്ടായാലും വലിയ പൈസ കൊടുത്തിട്ടായാലും പഠിക്കുമ്പോൾ കൃത്യമായി പഠിക്കാൻ പറ്റുന്നതായിരിക്കണം. അതിന് എല്ലാ സൈഡിൽ നിന്നും നിങ്ങൾ തോന്നും ഇല്ലേ? അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ ജോയിൻ ചെയ്യണേ അല്ലേ? നിങ്ങൾ അങ്ങനെയാണോ ചെയ്തത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ മാത്രം നോക്കിയിട്ടല്ല, ഹൗ വിൽ ബി ദ ക്ലാസ്സസ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് എന്ത് ചെയ്തു? നമ്മൾ രജിസ്റ്റർ ചെയ്തു, എന്തായാലും കുഴപ്പമില്ല, ചെറിയ എമൗണ്ട് അല്ലേ, അതവിടെ കൊടുക്കാം, ബാക്കി പൈസ കൊടുക്കാൻ വരട്ടെ, നമ്മൾ എങ്ങനെയാന്ന് നോക്കട്ടെ. അപ്പൊ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടു അല്ലെ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു അല്ലെ. അപ്പൊ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇൻട്യൂഷൻ, ആ ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ ബാക്കി ഫീസുകൾ അടിച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ രീതി. അപ്പൊ അതുപോലെ തന്നെയാണ് ഏത് ഓർഗനൈസേഷനിലും എംപ്ലോയീസിന്റെ പെർഫോമൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവര് കൃത്യമായി ജോലി അവരുടെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുള്ളൂ, പ്രൊഡക്ടിവിറ്റിക്ക് ഭംഗി ഉണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് പ്രൊഡക്റ്റീവ് ആകുന്ന രീതിയിൽ പഠിപ്പിക്കണം. അതിനാണ് വലിയ എന്താ പറയാ ഇതുള്ളത്, അല്ലാതെ പരിഗണനയുള്ളത് അല്ലെ. അല്ലാതെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒത്തിരി എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഒരേ സ്റ്റൈൽ ഓഫ് പഠിപ്പിക്കലാണോ? അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളിൽ there is a difference. ഉണ്ടോ? ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, എല്ലാവരും ഒരുപോലെയാണോ? ഇടയ്ക്കൊന്ന് ചുമയ്ക്കാൻ സമയം നിങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴേക്കൊന്ന് ചുമച്ചത് വരാലോ. അത് തന്നെ, അങ്ങനെയാണ്. there will be difference. എല്ലാവരുടെയും സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങും അവരുടെ എക്സ്പ്ലനേഷൻ രീതിയും ഓരോ ടോപ്പിക്കിനെയും എങ്ങനെ അവര് വിശകലനം ചെയ്യുന്നു എന്നുള്ളതിൽ വ്യത്യാസമുണ്ട്
അല്ലെ? പക്ഷേ എല്ലാവരും പ്രൊഡക്റ്റീവ് ആകുന്നത് ഗുണമുള്ള ഒരു ഇതാണ് നമുക്ക് തന്നെ, ഗുണനിലവാരമുള്ള ഒരു ഔട്ട്പുട്ടാണ് ഓരോ എംപ്ലോയീസും ഓരോ ഓർഗനൈസേഷനിൽ കൊടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അപ്പൊ ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്നതായതുകൊണ്ട് ഞാൻ അതിനെ എടുത്തൊന്ന് എക്സാമ്പിൾ ആയിട്ട് തന്നു. ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഇഫ് ദ എംപ്ലോയീസ് ഗ്രീവൻസ് ആർ നോട്ട് മാനേജ്ഡ് വെൽ. എംപ്ലോയീസിന്റെ കംപ്ലൈന്റുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ല എങ്കിൽ എംപ്ലോയീസിൽ നിന്നും ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി അത് കുറയും. അപ്പൊ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ഡിക്രീസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ നേരത്തെ പറഞ്ഞതുമായി കറക്റ്റ് ചെയ്ത് ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് കൊണ്ടാണ് ഓവറോൾ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയും കുറയുന്നത്, അല്ലെ? എംപ്ലോയീസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ 10 പേരോട് നിങ്ങൾ പറയും, ഓക്കെ നല്ല ക്ലാസ് ആണ് കേട്ടോ, സ്മാർട്ട് സിറ്റിയിൽ ജോയിൻ ചെയ്തു, HR നല്ല ക്ലാസ് കിട്ടും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എല്ലാം കൊണ്ട് കുഴപ്പമില്ല, ഓക്കെ ആണ്. 10 പേരോട് പറയില്ലേ? പറയില്ല? പറയോ? പറയില്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങളോ പെട്ടു, ഇനി ആരും പെടാതിരിക്കട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഓക്കെ പറയും എന്നാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ആളുകൾ പറയും. അപ്പൊ അതാണ് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഓവറോൾ ഓർഗനൈസേഷന്റെ എന്താണ് പ്രൊഡക്ടിവിറ്റിയുമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ ലീഡ് ടു ദ ലോ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കുറയും. ഓക്കെ, ഗ്രീവൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. പിന്നെ ഇനി എന്താ, ഈ എംപ്ലോയീസ് വെൻ ദേ ആർ നോട്ട് പെർഫോമിംഗ് വെൽ ഡ്യൂ ടു ഗ്രീവൻസ്, അവർക്കുണ്ടാകുന്ന കംപ്ലൈന്റുകൾ, ഇതുപോലെയുള്ള ഡിസ്കണ്ടന്റ്മെന്റ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് മോശമായിരിക്കും. നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യില്ല. ആ പെർഫോമൻസ് മോശമാകുന്നതിന്റെ മറ്റൊരു കാര്യമാണ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. എന്തിനാ നമ്മള് പിന്നെ ഇതൊക്കെ മാനേജ്മെന്റിൽ അവർ കാശ് കൊടുത്ത് മേടിച്ചോളും, നമുക്ക് ആവശ്യമായിട്ട് ചെയ്യാം. കണ്ടോ, വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. ഉള്ള മെറ്റീരിയൽസിനെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ അവരത് പാഴാക്കി കളയും. പറയാനുള്ള സാധ്യത ഇഷ്ടംപോലെ ഉണ്ട്, ഇല്ലേ? എന്നാലോചിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് കുറച്ച് കൂടുതൽ അങ്ങനത്തെ ഗുഡ്സ്, എന്തെങ്കിലും വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഒരു ഓർഗനൈസേഷൻ, ഒരു ഫേം ആണെന്ന് വിചാരിക്കാം. അവരവിടെ എന്താ പറയാ, എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിക്കൽ മാത്രമുള്ളൂ. എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളോ അവരുടെ കംപ്ലൈന്റുകളോ ഒന്നും നല്ല രീതിയിൽ ഡീൽ ചെയ്യാത്ത ഒരു ഓർഗനൈസേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന്റെ മനസ്സിൽ ഗ്രീവൻസ്, കംപ്ലൈന്റുകൾ ഉണ്ട്. നമ്മൾ ഇത്ര കടന്ന് ചത്ത പണിയെടുത്തിട്ട് നമുക്ക് വേണ്ട നമ്മളുടെ റൈറ്റ്സ്, അവകാശങ്ങളെ അവര് പരിഗണിക്കുന്നില്ല, നമ്മളുടെ പ്രശ്നങ്ങളെ, കംപ്ലൈന്റുകളെ അവർ പരിഹരിക്കുന്നില്ല എന്നൊക്കെ ചിന്ത വരും. അപ്പൊ എംപ്ലോയീസ് ശരിയായ രീതിയിലൊന്നും ജോലി ചെയ്യില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത്, അത് പാഴാക്കി മിസ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ. ഇപ്പൊ നമുക്ക് നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഫാന്, ലൈറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ലീവിംഗ് ദിസ് റൂം, ആ ക്ലാസ് റൂം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു സ്വിച്ച് ഓഫ് ദ ഫാൻ, ലൈറ്റ്, എവറിഥിങ്. എന്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്ത് സാധനമൊക്കെ ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്കതെല്ലാം ഓഫ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അല്ലെ? അത് വേസ്റ്റേജ് ഓഫ് ഇതാണ്, അല്ലെ? നമ്മുടെ ഇലക്ട്രിസിറ്റി പാഴാക്കി കളയുക തന്നെയാണ്. അപ്പൊ അതൊക്കെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഗ്രീവൻസുകൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അവർക്ക് യാതൊരു പരിഭവവും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഇത് എന്റെ കൂടിയാണ്, എന്റെ ഓർഗനൈസേഷൻ ആണെന്നുള്ള ഒരു ഫീലിംഗ് ഓരോ എംപ്ലോയീസിന്റെ മനസ്സിൽ വരും, അല്ലെ? ഗ്രോത്ത് ഓർ ഡെവലപ്മെന്റ് ഓഫ് മൈ ഓർഗനൈസേഷൻ ഈസ് ഓൾസോ മൈ പേഴ്സണൽ ഗ്രോത്ത് എന്ന ചിന്ത വരുന്ന എംപ്ലോയീസിന്. അതുണ്ടാകണമെങ്കിൽ എവറിഥിങ് ഷുഡ് ബി ഓക്കെ, അല്ലെ? എല്ലാം ഓക്കെ ആകണം. എന്റെ ഓർഗനൈസേഷൻ ആണിത്, അപ്പൊ ഞാൻ ഐ ഹാവ് ടു ഡു മൈ ബെസ്റ്റ് ഫോർ മൈ ഓർഗനൈസേഷൻ. എന്നാലേ എനിക്ക് വ്യക്തിപരമായ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാ എന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാലോ. പറയാൻ പാടില്ലേ? പാടുണ്ടോ? യെസ്. അപ്പൊ അതാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാതെ വരുമ്പോഴാണ്. സോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, സ്പോയിലേജ്, നശിപ്പിച്ച് കളയുക, അല്ലെ? മെഷീനറീസ് ഒക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെ എപ്പോഴും റണ്ണിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ലാണ്ട്, ഒരു ആവശ്യമില്ലാണ്ട്. ഇതെല്ലാം ഓൾസോ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇതൊക്കെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കും. വെറുതെ ഇങ്ങനെ ഇതിനൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക, എന്നാൽ അത്ര എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നു ഇല്ലതാനും, അല്ലെ? ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുമില്ല, പക്ഷെ ഇതിനൊക്കെ ചെലവുകൾ നമ്മൾ അത് തന്നെ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ്സ് വെരി എന്താ പറയാ, ഫൈറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ് when the grievance are not handled. Okay, and the next one,
ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പൊ ഇതെല്ലാം എന്തിലേക്ക് നയിക്കും? ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിന്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതും, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയുടെ ക്വാളിറ്റി കുറയുന്നതും, അവര് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിങ്സ് ഒക്കെ മെഷീനറീസ് ഒക്കെ സ്പോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഡാമേജ് വരുത്തുന്നു, വേസ്റ്റേജ് ആക്കി കളയുന്നു. ഇതെല്ലാം ഓൾവേസ് ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. അത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ, പ്രൊഡക്ഷന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് തുല്യമാകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നത്. ഗ്രീവൻസ് പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ ഗ്രീവൻസ് എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇഫക്റ്റ് അല്ല എന്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ഓർഗനൈസേഷനിൽ. പ്രൊഡക്ഷൻ അതെങ്ങനെയും അഫക്ട് ചെയ്യുന്നത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അഡ്വേഴ്സ് അല്ലെങ്കിൽ അവേഴ്സ് എഫക്റ്റ്, നെഗറ്റീവ് ആയിട്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് അല്ല ഗ്രീവൻസ് ഓർഗനൈസേഷന് കൊണ്ടുവരുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലമല്ല, അത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അവേഴ്സ് ഇഫക്റ്റ് ആണ് ഓർഗനൈസേഷനിൽ ഗ്രീവൻസ് കൊണ്ട് ഉണ്ടാകുന്നത്. Then let's see how it affects or adversely affect employees. ഇനി ഗ്രീവൻസ് എങ്ങനെയാണ് എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നത്? If the grievance is unnoticed, എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഗ്രീവൻസുകളെ നോട്ടീസ് ചെയ്തില്ല എങ്കിൽ, ശ്രദ്ധിച്ചില്ല എങ്കിൽ, അവരുടെ ശ്രദ്ധയിൽ അത് വരുത്തിയില്ല എങ്കിൽ തീർച്ചയായും ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ആബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. എന്താണത് ആബ്സെന്റിസം? നമുക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, പരാതികളൊക്കെ ഉണ്ട്. ഇതൊന്നും ആരും കേൾക്കണില്ല, പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല, ഒരു പരിഹാരമില്ല എന്നൊക്കെ ആവുമ്പോ എന്ത് ചെയ്യുന്ന അറിയോ? ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോലിക്കാരായിട്ട് എന്ത് ചെയ്യും? ലീവ് എടുക്കും. സ്ഥിരമായി ഇതൊരു പതിവാക്കും അല്ലെ? അഭിച്ചുലാക്കും. ഒരു ദിവസം വരുന്നു, 2 ദിവസം വരുന്നില്ല, പിന്നെ ഒരു ദിവസം വരുന്നു, പിന്നെ 2 ദിവസം വരുന്നില്ല, ജോലി പോയാലെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരു ആബ്സെന്റ് മൈൻഡഡ് ആകും എല്ലാ എംപ്ലോയീസും. വരണമെന്ന് വലിയ താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്ക് പോകും. കാരണം their grievances are not solved properly. ശരിയായ രീതിയിൽ അവരുടെ ഗ്രീവൻസുകളെ സോൾവ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ്. പിന്നെന്താ പറയാ, ഇനി അങ്ങനെ ലീവ് എടുത്ത് കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും? അധികം ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അപ്പൊ അവര് പിരിഞ്ഞു പോകേണ്ടി വരും. അത് കൊഴിഞ്ഞു പോകുക. അതായത് എന്താ, എംപ്ലോയീസ് ഒരുമിച്ചൊക്കെ അങ്ങനെ എന്താ പറയാ നിർത്തി പോകുന്ന അവസ്ഥ. അതിനെയാണ് നമ്മള് ലേബർ ടേൺ ഓവർ റേറ്റ് എന്ന് വിളിക്കുക. ലേബർ ടേൺ ഓവർ ആണ് കേട്ടോ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിറ്റ് വരുമാനം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലേബറേഴ്സിന്റെ ഒരുമിച്ചുള്ള എന്താ പറയാ കൊഴിഞ്ഞു പോകുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? നിർത്തിപ്പോകും. അപ്പൊ അത് ഇതിലേക്ക് എംപ്ലോയീസിനെ അഫക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. എംപ്ലോയീസ് ജോലി വേണ്ടാന്ന് വെക്കുക, അതുപോലെ തന്നെ അവരുടെ ജോലിക്ക് വരുന്ന ആ ഒരു ഇതില് കൃത്യതയില്ല, ആബ്സെന്റ് ആയിട്ട് വരിക ഇടയ്ക്കിടയ്ക്കൊക്കെ, ഇതൊക്കെ. ദെൻ ലോ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്. ഇനി എന്താ, വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ജോലിയോട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലല്ലോ. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഒന്നും മര്യാദയ്ക്ക് ഫോളോ ചെയ്യില്ല. ഇന്ന സമയത്ത് വന്നാൽ ഇന്ന സമയത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ള ഡിസിപ്ലിനൊക്കെ ആളുകൾ തെറ്റിക്കും. കാരണം അവരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ കംപ്ലൈന്റുകളെ മാനേജ്മെന്റ് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വിചാരിക്കും എന്ത്, ഞാൻ എന്തിന് ഇത്ര കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നു, ഞാൻ എന്തിന് ഇത്ര അച്ചടക്കത്തോടെ വരുന്നു. എന്റെ അച്ചടക്കം എന്ന് പറയുന്നത് 9:30 വരാൻ പറഞ്ഞാൽ ഞാൻ 10 മണിക്ക് വരുള്ളൂ. ബിക്കോസ് എന്റെ ആവശ്യങ്ങള് അവര് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങള് അവർ പരിഗണിച്ചിട്ടില്ല എന്ന ചിന്ത. അത് തന്നെയാണ്. ഇൻക്രീസ് ഇൻ ദ ചാൻസസ് ഓഫ് ആക്സിഡന്റ്സ്. ഇനി എന്താ, ആക്സിഡന്റുകളുടെ ചാൻസസ് കൂടുതലാണ്. എങ്ങനെ ആക്സിഡന്റിന്റെ ചാൻസസ്? കെയർലെസ് ആണല്ലോ, ഗ്രീവാൻസുകൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ എപ്പോഴും എന്തായിരിക്കും? പലപ്പോഴും ഇത് തന്നെയാണ് മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഈ ചിന്തകള്, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകും. പിന്നെ അപ്പൊ എടുക്കുന്നതും പിടിക്കുന്നതും തൊടുന്നതും പിടിക്കുന്നതൊക്കെ ചിലപ്പോ തെറ്റായ രീതിയിൽ വരും. എഫിഷ്യന്റ് അല്ല, കെയർലെസ് ആണ് എപ്പോഴും. അപ്പൊ എന്താണ്, തെറ്റിപ്പോകും. അപ്പൊ ആക്സിഡന്റുകൾ സംഭവിക്കും. എംപ്ലോയീസ് തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. അതൊക്കെ ആക്സിഡന്റിലേക്ക് കൂടി നയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അല്ലാണ്ട് ഗ്രീവൻസ് സോൾവ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും അവിടെ അടിപിടിയെന്നല്ല. ലീഡ് ടു, അതാണ് സാധ്യതകളാണ്, ചാൻസ് ആണ് പറഞ്ഞത്. പ്രോബ്ലം ചെയ്യാം. Then and the last one, low employee morale. Employee morale means എന്താ? Employee satisfaction, employee enthusiasm. ഒരു ജോലിക്കാരൻ അവൻ ചെയ്യുന്ന ജോലി തൃപ്തിയോടെ സന്തോഷത്തോടെ ചെയ്യുക, അതാണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ തൃപ്തിയും സന്തോഷവും ഉണ്ടാവില്ല എവിടെ? ഗ്രീവൻസ് നല്ല രീതിയിൽ സോൾവ് ചെയ്തില്ല എങ്കിൽ. അപ്പൊ ലോ എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് സന്തോഷവും സംതൃപ്തിയും ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ജോലിയാണ്. അതാണ് ലോ മൊറൈൽ. ക്ലിയർ ആയോ? ഹൗ ഗ്രീവൻസ് എഫക്ട് എംപ്ലോയീസ് എന്നുള്ള പോയിന്റ് 4 മനസ്സിലായോ എല്ലാവർക്കും? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീവൻസ്, ഹൗ ഇറ്റ് അഫക്ട് പ്രൊഡക്ടിവിറ്റി,
ഗ്രീവൻസ് ഹൗ എഫക്ട് എംപ്ലോയീസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ മാനേജേഴ്സ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രീവൻസ്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ്. അപ്പൊ അത് ആ നാലും എല്ലാ പോയിന്റും ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കണേ. മാനേജേഴ്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ട് അഡ്വേഴ്സ് ആയിട്ട് തന്നെ, അതായത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ്ലി എഫക്ട്സ് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഒരു നല്ല എന്താ പറയാ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് വാട്ട് എവർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും കേൾക്കുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിഹരിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ നല്ല ബോണ്ടിങ് ഉണ്ടാകും, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും. പക്ഷേ ഇൻ ദ ടൈം ഓഫ് ഗ്രീവൻസുകൾ ഉണ്ടാകുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ കംപ്ലൈന്റുകൾ ഇങ്ങനെ പെരുകിയൊക്കെ വരുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലുള്ള, സുപ്പീരിയർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് എംപ്ലോയർ ഒക്കെ, അതും അവിടുത്തെ എംപ്ലോയീസ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ്, താഴെയുള്ള ജീവനക്കാര്. അവർ തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തെ തകർക്കുകയാണ് ചെയ്യുക. കാരണം എന്താ, അവര് എത്ര നല്ല ബന്ധം കൂട്ടിച്ചേർക്കാൻ വന്ന് മാനേജ്മെന്റ് വന്നാലും അവരുടെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കംപ്ലൈന്റുകളോ പരിഹരിക്കാതെ വന്നിട്ട് കൂടാൻ ചേരാനും സന്തോഷിപ്പിക്കാനും വന്നിട്ട് കാര്യമില്ല. അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്, അവര് ഫ്രീ ആകും എന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റ് ഇല്ല, അവർക്ക് യാതൊരു പരാതികളില്ല, തൃപ്തിക്കുറവില്ല, ഹാപ്പിയാണ് ഓരോ എംപ്ലോയീസും അവർ ചെയ്യുന്ന ജോലിയും അവർക്ക് കൊടുക്കുന്ന ടാസ്കിലൊക്കെ. മാനേജ്മെന്റുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ എന്ത് ചെയ്യും, നല്ലൊരു ബന്ധം ഉണ്ടാക്കും. അപ്പൊ ആ ഒരു ഫീലിംഗ് രണ്ടുപേരുടെയും ഇടയിൽ നല്ല രീതിയിൽ ബന്ധം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ഗ്രീവൻസ് ആണെങ്കിൽ സാധിക്കില്ല, അതൊരു നെഗറ്റീവ്ലി ആയിരിക്കും അത്തരം റിലേഷൻസിനെ എഫക്ട് ചെയ്യാം. പിന്നെന്താ, ഇൻഡിസിപ്ലിൻ കേസസ് കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും മാനേജ്മെന്റിന് എന്താണ് നേരിടേണ്ടി വരുന്നത്, ഇൻഡിസിപ്ലിൻ കേസസ് ആണ്. എന്ന് വെച്ചാൽ അച്ചടക്കമൊന്നും ഇല്ലാതെ ആയിരിക്കും എംപ്ലോയീസ് ഒക്കെ പെരുമാറുക. ആരെ സഹിക്കണം, അത് സഹിക്കേണ്ടി വരും, മാനേജ്മെന്റ് സഹിക്കേണ്ടി വരും. മാനേജ്മെന്റിനെയാണ് എഫക്ട് ചെയ്യുന്നത്. എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ മാനേജറിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ, എംപ്ലോയറിനെയാണ് അത് ബാധിക്കുക. അല്ലാണ്ട് ഇവരെയൊക്കെ മര്യാദയും പഠിപ്പിച്ച് അച്ചടക്കം പഠിപ്പിക്കണത് അവരുടെ ഓർഗനൈസേഷന് ആവശ്യമില്ല. എന്നെ മര്യാദ പഠിപ്പിക്കണം, എന്നെ എന്താ പറയാ എന്റെ സ്വഭാവം നല്ലതാക്കണം, അച്ചടക്കമുള്ളവളാക്കണം എന്ന് ഓർഗനൈസേഷന് അതിയായ താല്പര്യമൊന്നുമില്ല. പക്ഷെ വൈൽ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ടതായ അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അവിടുത്തെ ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റിന്റെയൊക്കെ ആവശ്യകതയാണ്, അല്ലെ, നെസസിറ്റിയാണ്. അപ്പൊ ആ സമയത്ത് ആ ഒരു പീരീഡ് ഓഫ് ടൈമുകളിൽ മുഴുവൻ ആ ഒരു കരിയർ സമയത്ത് ഞാൻ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ അത് എന്റെ കുടുംബത്തെ അല്ല ബാധിക്കുക, ഇവിടെ നമ്മുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ എംപ്ലോയറിനെയും തന്നെയാണ് ബാധിക്കുക. അപ്പൊ ഇൻക്രീസ് ഇൻ ഇൻഡിസിപ്ലിൻ കേസസ്, ഒരുപാട് ഇത്തരം അച്ചടക്കമില്ലാത്ത കാര്യങ്ങളെ കേസിനെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും നമ്മുടെ മാനേജ്മെന്റ്. ഓക്കെ, then creates an atmosphere of disturbance or turmoil. എന്താണ്, ചില തരത്തിലുള്ള എന്താ പറയാ ഡിസ്റ്റർബൻസ്, എംപ്ലോയീസിന്റെ ഇടയിൽ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസുകളും, അതുപോലെ തന്നെ ടേൺ ഓയിൽ എന്താ, ഈ കലഹം ഇല്ലേ, വഴക്ക് ബഹളമൊക്കെ. അവര് തമ്മിൽ ഒക്കെ എന്തെങ്കിലും എംപ്ലോയീസ് തമ്മിൽ ഇടയ്ക്കിടയ്ക്കോ കലഹങ്ങളും വഴക്കുകളും ഒക്കെ അത്തരം ഒരു അന്തരീക്ഷമായിരിക്കും എപ്പോഴും ഉണ്ടാകുക. എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ് എംപ്ലോയീസ്. ഒരിക്കലും എല്ലാവരും നല്ല രീതിയിൽ അച്ചടക്കത്തോടെ വയ്യാതെ ഒന്നും പോകുന്നില്ല, എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടതിനും കേട്ടതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്ക് കൂടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് ഗ്രീവൻസിന്റെ സ്റ്റേജസിൽ. ഇൻക്രീസസ് ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, കൺട്രോൾ ആൻഡ് ഫോളോ അപ്പ്. ഇത്തരം ഗ്രീവൻസുകൾ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ സൂപ്പർവിഷൻ ഇടയ്ക്കിടയ്ക്ക് നടത്തേണ്ടി വരും. അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യണം, അവരെ നിലയ്ക്ക് നിർത്താൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടത്തണം, ഇടയ്ക്കിടയിൽ ഫോളോ അപ്പ് നടത്തണം. ഇതൊന്നും നടത്തണ്ട, ശരിയായ രീതിയിൽ ഇവർക്ക് ഇവരുടെ ഗ്രീവൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കുള്ള സൂപ്പർവിഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം എന്താ, കാരണം എല്ലാം കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, അവർക്ക് കംപ്ലൈന്റുകളില്ല, സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആയിട്ട് എല്ലാ ആളുകളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള സൂപ്പർവിഷൻ ആവശ്യമില്ല. പക്ഷെ ആവശ്യം വരും എങ്ങനെയാണെങ്കിൽ, ഇഫ് ഗ്രീവൻസുകൾ ഈസ് നോട്ട് ഹാൻഡിൽഡ്, അല്ലെ, നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ല, ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അപ്പൊ ഈ സൂപ്പർവിഷന്റെ അളവ് കൂടും, കൺട്രോളിങ് കുറെ ഏർപ്പെടുത്തേണ്ടി വരും, അതുപോലെ ഫോളോ അപ്പ് നടത്തേണ്ടി വരും. ഇസ് ഇറ്റ് ക്ലിയർ? ദീസ് ആർ ദ 3 effects of grievance. ഗ്രീവൻസിന്റെ അഡ്വേഴ്സ് എഫക്റ്റുകളാണ്, അതായത് എന്താ പറയാ നെഗറ്റീവ് എഫക്റ്റുകളാണ്
It will affect the productivity of the organization. It will affect the employees of the organization, and also it will affect the managers of the organization. Clear? Yes. So now let's move to the next topic. It is very, very important to deal with the grievances of employees in an organization. അല്ലെ, അപ്പൊ നമ്മൾ പഠിച്ചു ഒരു ഓർഗനൈസേഷനിലെ ഗ്രീവൻസുകളെ നല്ല രീതിയിൽ എന്താ ചോദിച്ചത്? ബാങ്കിലെന്നാണോ ചോദിച്ചത്? Yes, അവിടെയും management, there will be management. Managers will be there, so they have to deal with the grievance of each and every employees of the bank. ആ ബാങ്കിന്റെ തന്നെ ഓരോ എംപ്ലോയീസിന്റെയും ഗ്രീവൻസുകൾ മാനേജ്മെന്റ് ഡീൽ ചെയ്യണം. അതിന് there is എല്ലാ ഓർഗനൈസേഷനിലും അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് there will be a grievance redressal procedure, grievance handling procedure. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒരു ഓർഗനൈസേഷനിലും അവിടെ ഈ പറയുന്ന എംപ്ലോയീസ് ഉണ്ടാകുന്ന കംപ്ലൈന്റുകളൊക്കെ റീഡ്രസലിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ അതൊക്കെ പരിഹരിക്കുക. റീഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാരം അല്ലെ. അപ്പൊ ഗ്രീവൻസ് പരിഹരിക്കുന്ന ഒരു പ്രൊസീജിയർ എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാ ഓർഗനൈസേഷനിലും ദാറ്റ് മീൻസ് കൂടുതൽ എംപ്ലോയീസ് ജോലി ചെയ്യുന്നിടത്താണ് നമുക്ക് ഈ പറയുന്ന ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ ആവശ്യകത. ഇപ്പൊ വളരെ കുറച്ച് ജോലിക്കാർ മാത്രമൊക്കെ ഉള്ള ഓർഗനൈസേഷനിൽ അങ്ങനത്തെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ ഒരു ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ ആവശ്യമില്ല. ബിക്കോസ് അത് ഒന്ന് കുറച്ച് ഒരു 3-4 പേരൊക്കെ എംപ്ലോയീസ് ആയിട്ടുള്ളൂ. ചെറിയൊരു ഓർഗനൈസേഷൻ ആണ്. ആൻഡ് മാനേജ്മെന്റ് ആ 3-4 പേരെ മാത്രം എന്താ പറയാ അവരുടെ മാത്രം പ്രശ്നങ്ങളും കംപ്ലൈന്റുകളും ഒക്കെ പരിഹരിച്ചാൽ മതി. വലിയൊരു അതിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അതിനുവേണ്ടി കമ്മിറ്റി ഒക്കെ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും ആവശ്യകതയില്ല. പക്ഷെ if the number of employees are increased, അതായത് കൂടുതൽ എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻസിൽ there must be a grievance redressal procedure, and also അതിന് വേണ്ടിയിട്ട് grievance redressal committees are formed. അതിന് വേണ്ടി ഫോം ചെയ്തിട്ട് അതൊക്കെ പേജിൽ നമ്മൾ പഠിക്കും. ഇപ്പൊ നമുക്ക് നോക്കാം grievance redressal procedure അല്ലെങ്കിൽ grievance handling procedure. Both are same. It's a formal system for dealing with the grievances of employees in an organization. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ഉണ്ടാക്കുന്ന ഗ്രീവൻസുകളെ എന്താ പറയാ സോൾവ് ചെയ്യാൻ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫോർമൽ സിസ്റ്റം, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സമ്പ്രദായം, ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ വർക്കിംഗ്, ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, PROs, അതർ സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്കിയുള്ളവർ, അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഒരുപാട് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില കംപ്ലൈന്റുകളൊക്കെ ആയിട്ടായിരിക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവരുടെ കംപ്ലൈന്റുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ, അതിനൊരു എന്താ പറയാ എങ്ങനെ നമുക്ക് അതിനെയൊക്കെ പരിഹരിക്കാം, ഏതൊക്കെ തരത്തിലുള്ള കംപ്ലൈന്റുകളാണുള്ളത്, അതിനെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നൊരു ഫോർമൽ സിസ്റ്റം ഷുഡ് ബി ദർ. അതെല്ലാ ഓർഗനൈസേഷനിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. അപ്പൊ എന്താണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഫോർമൽ സിസ്റ്റം ഫോർ ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ഗ്രീവൻസ്. എംപ്ലോയീസിന്റെ ഗ്രീവൻസുകളെ ഹാൻഡിൽ ഡീൽ ചെയ്യാനുള്ള ഒരു ഫോർമൽ സിസ്റ്റം. അതിനെയാണ് നമ്മൾ വിളിക്കുക ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഓർ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? So by taking necessary steps, അപ്പൊ ഈ ഗ്രീവൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ആവശ്യത്തിന് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് എന്താ പറയാ സക്സസ്ഫുള്ളി വി ക്യാൻ സോൾവ് ഈ പറയുന്ന ഗ്രീവൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിജയകരമായിട്ട് സോൾവ് ചെയ്യാനും അത് എന്താ പറയാ ഹയർ ലെവൽ ഓഫ് മാനേജ്മെന്റിന് നെസറി സ്റ്റെപ്സ് എടുത്തിട്ട് ഇപ്പൊ ഗ്രീവൻസ് എംപ്ലോയീസിന്റെ ഭാഗത്താണ് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹയർ ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തി അവിടെ ആവശ്യത്തിന് നടപടികൾ സ്വീകരിച്ച് അതിനൊക്കെ നമുക്ക് റീഡ്രസലിന് പറ്റും, പരിഹരിക്കാനായിട്ട് സാധിക്കും. അതാണ് ആ തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടപടികൾ സ്വീകരിക്കണ്ടേ എന്നുള്ള ഒരു സിസ്റ്റം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് എന്താ പറയാ ഈ ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിനെ നമുക്ക് പറയാം ഇറ്റ്സ് എ വാല്യുബിൾ ടൂൾ. ഇതൊരു
വിലയുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു ഉപാധിയാണ് എംപ്ലോയീസിന്റെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ഒരു ഉപാധി. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്തെന്ന് വിളിക്കുന്നത് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ they can understand or take or check relevant important information about the organization's health. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ ആരോഗ്യം തന്നെയാണ്. എങ്ങനെ? ഫിസിക്കൽ ആയിട്ടുള്ള ആരോഗ്യമാണോ? നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രോങ് ആണ് എന്ന് പറയുന്നത് എങ്ങനെയാ? അവിടെയുള്ള എംപ്ലോയീസിനായിട്ട് പിടിച്ചിരുത്തിയിട്ട് എല്ലാവരും ആരോഗ്യമുള്ളവരാണോ, എന്തെങ്കിലും അസുഖമുള്ളവരാണോ എന്ന് നോക്കിയിട്ടാണോ? അല്ല, എംപ്ലോയീസിന്റെ പെർഫോമൻസ്, അതായത് എനർജറ്റിക്, സ്മാർട്ട്, അവരുടെ പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് സ്ട്രോങ് ആണോ എന്ന് നോക്കുന്നത്. അല്ലാണ്ട് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്ക് നോക്കിയിട്ടല്ല, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്നല്ല വെദർ ടു ഫൈൻഡ് ദ എംപ്ലോയീസ് സ്ട്രോങ് ആകണം. എംപ്ലോയീസ് സ്ട്രോങ് ആകണമെങ്കിൽ അവർ ചെയ്യുന്ന പെർഫോമൻസ് ഓക്കെ ആയിരിക്കണം. ദാറ്റ് മീൻസ് 100% റിസൾട്ട് തരുന്നതായിരിക്കണം. അവരുടെ എനർജി ലെവല്, അവരുടെ സ്മാർട്ട്നെസ്, അവരുടെ എന്താ പറയാ കേപ്പബിലിറ്റി ടു ഡു ആക്ട് എനിത്തിങ്, എന്ത് കാര്യവും കൊടുക്കുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്താൽ ഇതിന്റെ ഇൻഡയറക്ട്ലി മീൻ ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഹെൽത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ഹെൽത്ത് സ്ട്രോങ് ആണോ, എംപ്ലോയീസിന്റെ ഹെൽത്ത് സ്ട്രോങ് ആണോ എന്ന് നോക്കുന്നതിനുള്ള ഒരു ഉപാധി, ഒരു മാനേജ്മെന്റ് ടൂൾ കൂടിയാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അപ്പൊ എംപ്ലോയീസ് സ്ട്രോങ് ആകണമെങ്കിൽ എന്ത് വേണം? എനർജറ്റിക് ആയിട്ട്, ഹാപ്പി ആയിട്ട്, ഞാൻ വളരെ നല്ല രീതിയിൽ 100% റിസൾട്ട് കൊടുക്കുന്ന പോലെ പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്റെ മനസ്സിൽ ഈ പറയുന്ന ഗ്രീവൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലെ? ശരിയല്ലേ പറഞ്ഞത്? അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങള്. എംപ്ലോയി ഹെൽത്തി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസുഖമില്ലാത്ത അവസ്ഥ, അങ്ങനത്തെ കാര്യമല്ല എംപ്ലോയി ഹെൽത്തി ആകുക എന്ന് പറഞ്ഞാൽ. ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹൗ ഐ പെർഫോം മൈ ഡ്യൂട്ടി, എങ്ങനെ ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നു, ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു, സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നു, ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത്. ഓർഗനൈസേഷൻ ഹെൽത്തി ആവണമെങ്കിൽ എംപ്ലോയീസ് ഹെൽത്തി ആകണം. എംപ്ലോയീസ് എങ്ങനെ ഹെൽത്തി ആകും? when they are management give due consideration, എല്ലാ എംപ്ലോയീസിനും കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നു, കൃത്യമായ പരിഗണന നൽകുന്നു എന്നുള്ളതിലാണ്. ഓക്കെ, അപ്പൊ അവർ വെൽ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആണ്. എന്ത് കാര്യവും എപ്പോഴും ഏത് സമയത്തും നമുക്ക് എംപ്ലോയീസിനെ അപ്രോച്ച് ചെയ്യാം. ടു ഡു ദിസ്, ടു ഡു ദാറ്റ്, ഇത് ചെയ്യും അത് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ അപ്രോച്ച് ചെയ്യാം. കാരണം എന്താ? സന്തോഷത്തോടെ ചെയ്യും. ബിക്കോസ് they are well satisfied with the management. മാനേജ്മെന്റുമായിട്ട് ഉള്ള കാര്യങ്ങൾ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. എന്ത് ജോലിയും ചെയ്യാം. നമുക്ക് ഒപ്പം നിൽക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ എന്ത് കാര്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെ? അതാണ് ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും ഈ പറയുന്ന ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതൊരു മാനേജ്മെന്റിന്റെ ടൂളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ശരിയായ രീതിയിൽ പരിഹരിച്ച് മാത്രമേ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ് ആണ് മാനേജ്മെന്റിന്റെ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും എന്ന ചിന്ത അത് കൊണ്ടുവരിക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ അവിടെ വരെ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് പിള്ളേരെ, ആൻഡ് ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ ആ ഒരു സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ്സ് എ വാല്യുബിൾ ടൂൾ. ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ എന്നാണ് എഴുതിയേക്കണേ. എന്ത്? എന്താ? ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ എന്ന് പറഞ്ഞ സെന്റൻസ് വായിച്ച് പഠിക്കരുത്. ചിലര് അത് അങ്ങനെ പഠിക്കും. സെന്റൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ വരാം. But dash is a valuable tool in the management to keep a check on relevant analytical information about the condition of organizational health എന്ന് പറയുമ്പോൾ അവിടെ ഡാഷിൽ ഇട്ടുണ്ടായി എഴുതി വെക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. It means grievance redressal procedure. അതല്ലേ? യെസ്, കറക്റ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇറ്റിന്റെ സ്ഥലത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണെന്ന് ഓർക്കുക. ആ ഇറ്റിന്റെ സ്ഥലത്ത് നമ്മൾ അപ്പൊ അതാണെന്ന് ആലോചിച്ചോളണം, ചിന്തിച്ചോളണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? Yes, so that's for all today. So നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ നന്നായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. മനസ്സിലാക്കണോണ്ട് വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, so see you next day. Thank you. Bye. Okay. See you.
Thank you.